ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവദർശനം ശ്ലോകം 2. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ശിവൻ എന്നാൽ മംഗളസ്വരൂപി, എല്ലാ സമയത്തും മംഗളസ്വരൂപി ആയതുകൊണ്ട് ശിവനെ സദാശിവൻ എന്ന് അറിയപ്പെടുന്നു. ശിവൻ നടത്തുന്ന നടനത്തിലെ ഭാവാഭിനയങ്ങൾ മാത്രമാണ് സകല ജീവജാലങ്ങളും അവയുടെ സുഖവും ദുഃഖവും എല്ലാം തന്നെ. ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ദുഃഖമയമായി ആർക്കും തോന്നുകയില്ല. എന്നാൽ അത് ആനന്ദത്തിൻ്റെ നിരന്തരമായ ഒഴുക്കായി അനുഭവപ്പെടും. സദാശിവ നടനത്തിൻ്റെ ഒരംശമായി നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും കാണുമ്പോൾ നമ്മൾ പരമാനന്ദം തന്നെയാണ് അനുഭവിക്കുക. അപ്പോൾ ഗന്ധം തുടങ്ങി പഞ്ച ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളൊക്കെ വേറെ വേറെ തരത്തിൽ ആണെന്ന് കണ്ട് നമ്മൾ അതിനെ അങ്ങനെ വേറിട്ട അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ അത് വേറെ വേറെ ഉള്ളതാണെന്നുള്ള തോന്നലുകൾ മാറ്റിയിട്ട് ഇവയെല്ലാം ഒന്നാണെന്ന് അറിഞ്ഞ് സ്വന്തം അന്തരംഗത്തിൽ ഉരുക്കി, അതായത് തപസ്സുകൊണ്ട് ചൂടുപിടിപ്പിച്ച് പരമാനന്ദം നിറഞ്ഞ ഒരനുഭവം അനുഭവിക്കുമ്പോൾ ഭൂതഭാവി കാലങ്ങളിൽ ലോകസാധാരണമായ ആപത്തുകളില്ലാത്ത എന്നും ഒരേപോലെ നിലനിർത്താൻ തന്നെ നമ്മൾക്ക് സാധിക്കും എന്നാണ് ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് ഗുരു പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ ശ്ലോകം: കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടരും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. ഇവിടെ കളം കറുത്ത കൊണ്ടൽ, നന്നായി കറുത്തിരുണ്ട കൊണ്ടലിനെ ഉണ്ട് കാർമേഘത്തെ ഉൾക്കൊള്ളുകയാൽ ഇരുണ്ടിരിക്കുന്ന നിന്റെ ജടക്കെട്ട് കണ്ടിട്ട് ആന എഴുന്നേൽക്കുന്നു. ഇവിടെ ആന എന്ന് പറയുന്നത് ഗണപതി. അപ്പോൾ ആ കാർമേഘത്തെ കണ്ട് ഇരുട്ട് കണ്ട് ഭയന്ന് എഴുന്നേൽക്കുന്ന ഗണപതി വീണ്ടും കാണുന്നത് വിഷം കഴിച്ചത് കാരണം കളങ്കത്തോടു കൂടിയതായി തീർന്ന കണ്ഠത്തോടു കൂടിയവനെയാണ്. അതായത് കഴുത്തിലും കറുപ്പ് നീല നിറം. പാലാഴി മഥന സമയത്ത് അതിൽ നിന്ന് കടഞ്ഞു കിട്ടിയതായ കാളകൂടം വിഷം ഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടി ശിവൻ കഴിക്കാനായി തുടങ്ങുന്ന സമയത്ത് പാർവതി കഴുത്തിന് കയറി ബലമായി പിടിച്ചതുകൊണ്ട് അത് അവിടെ ഉറച്ചുപോയി. കഴുത്തിൽ ഉറച്ചിട്ട് നീല നിറത്തോടുകൂടിയ കഴുത്തോടുകൂടി നീലകണ്ഠനായി മാറിയ ശിവൻ്റെ ആ നീലകണ്ഠനോട് കൂടിയതാണെങ്കിലും കണ്ഠനാണ്. കണ്ഠൻ ശിവൻ. നിന്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടിയാണ് ഗണപതി എഴുന്നേൽക്കുന്നത്. ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുട്ട് കണ്ട് ഭയന്ന് ഈശ്വര അനുഗ്രഹത്തിനായി എഴുന്നേൽറ്റ ഗണപതി ചന്ദ്രക്കലയുടെ സുന്ദരമായ രൂപമിരുന്ന് പ്രകാശിക്കുന്ന ഏറ്റവും ഉന്നതമായ തലയിലുള്ള കുളം, ഏറ്റവും മുകളിലുള്ള ആ ജടക്കെട്ടിലെ കുളം, അതേതാണ്? ഗംഗ. അത് കവിഞ്ഞൊഴുകുന്നതിനെ ഉള്ളിലാക്കിയിട്ടുള്ള കോമളമായ കുടം, ആ അമൃത കുംഭം ചുമന്നുകൊണ്ട് നടക്കുന്നവനുമാണ് ആ ആന. തുമ്പിക്കൈയിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവനാണ് ഗണപതി. അപ്പോൾ കറുത്തിരുണ്ട് ഇരിക്കുന്ന ജട കണ്ട് ഭയന്ന് എണീറ്റ് നോക്കിയ ഗണപതി വീണ്ടും കറുത്ത കളം കാണുന്നു.
ഭഗവാനെ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗണപതിക്ക് സ്വർണകുംഭത്തിൽ അമൃത് നിറയ്ക്കാൻ കഴിഞ്ഞു. ഈ ലോകമാകെ ദുഃഖമയമായി കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ ഭയം മാറ്റാനായി ഉന്നതതലക്കുളം മാനസ സരോവരിൽ കാണുന്ന അവിടെ പ്രകാശമാനമായ മനം, അതായത് ചന്ദ്രക്കലയും കുളത്തിലെ മാനസ സരോവരിലെ ജലവും രക്ഷാമാർഗമായി വരുന്നു എന്നാണ്. ഇവിടെ മാനസ സരോവർ എന്ന് പറയുന്നത് മനസ്സാകുന്ന സരസ്, ജടയിലിരിക്കുന്ന ഇളം പിറക്കൊഴുന്ന്, അത് ജ്ഞാനമാണ്. അപ്പോൾ മനസ്സാകുന്ന സരസിലെ ജ്ഞാനം അതിൻ്റെ പൂനിലാവിൽ കുളിച്ചു നിൽക്കുന്നു. ആ അമൃതകുംഭത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നു. കറുത്ത ഇരുണ്ടവനായിട്ടല്ല, പ്രകാശിക്കുന്നവനായിട്ടാണ് എനിക്ക് ഈശ്വരനെ കാണാൻ കഴിയുന്നത്. ഉന്നതതലകുളവും സുവർണകുംഭവും ഇളംപിറക്കൊഴുന്നും എല്ലാം തന്നെ തെളിമയുടെ പ്രതീകങ്ങൾ മാത്രമാണ്. രക്ഷിക്കണേ എന്ന് പറയുന്നതിന് പകരം സ്തുതിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സ്തോത്രകാവ്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒരു വശത്ത് ദുഃഖമയമായ ലോകത്തിൽ നിന്നും രക്ഷ തരുന്ന കറുത്തിരുണ്ടവനായും കാണപ്പെടുന്നു ശിവൻ. മറുവശത്ത് നോക്കിയാലോ അമൃതപ്രദായിയായും പ്രകാശമാനായും കാണപ്പെടുന്നു, അല്ലേ? ഒരിടത്ത് ഇരുണ്ടിരിക്കുമ്പോൾ മറ്റിടത്ത് കുളത്തിൽ നിലാവും ജ്ഞാനവും എല്ലാം കൂടെ സ്വർണകുംഭവും ഒക്കെ എല്ലാം നിറം ഉള്ളതാണ്, പ്രകാശിക്കുന്നതാണ്. ഇരുട്ടും പ്രകാശവും ഒന്നിച്ച് കാണപ്പെടുന്നു. ഭഗവാനിൽ തന്നെ രണ്ടും ഉണ്ട്. നിന്നും ഉണ്ടായ എൻ്റെ മനസ്സ്, അങ്ങനെയുള്ള ആ ഭഗവാനിൽ നിന്നും ഉണ്ടായ എൻ്റെ മനസ്സിലും രണ്ട് ഭാവങ്ങളും വിഭൂതികൾ മാത്രം. ഇത് രണ്ടുമല്ല ശിവസ്വരൂപം, രണ്ടിനും അതീതമാണ്. അപ്പോൾ ദുഃഖമനസ്സും സുഖമനസ്സും ഇത് രണ്ടുമല്ല ഞാനും, ഇതിനും രണ്ടിനും അതീതനാണ് എന്ന ഒരനുഭവം എന്നിലുണ്ടാകുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ സദാശിവ ദർശനം. അപ്പോൾ രണ്ട് സുഖവും ദുഃഖവും എല്ലാം തന്നെ ഒരേ മനസ്സിൽ വരുന്നു. അത് രണ്ടും ഞാനല്ല, ഇത് രണ്ടും ഞാനല്ല, ഇതിനൊക്കെ അപ്പുറത്താണ് ഞാൻ എന്ന ഒരു തോന്നൽ എന്നിലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ സദാശിവനെ നമുക്ക് ദർശിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ സദാശിവ ദർശനവും എന്നാണ് രണ്ടാം ശ്ലോകത്തെ കൊണ്ട് ഗുരു നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ.